ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് നാരീശക്തിയല്ല, നാരീ ഹിംസയാണ്. ഭാര്യയെ നിഷ്കരുണം വധിക്കുന്ന ഭർത്താവ്, പ്രണയപ്പക കൊണ്ട് കാമുകിയെ ക്രൂരമായി കൊല്ലുന്ന കാമുകൻ, മാതാപിതാക്കളെ വധിക്കുന്ന മക്കൾ, വിവാഹം കഴിഞ്ഞ് 7-ാം നാൾ ഭാര്യയെ പൈശാചികമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് ഇപ്പോൾ ഒളിവിൽ. സ്ത്രീധനത്തുക പോരെന്ന പേരിലാണ് മർദ്ദനം. വിദ്യാർത്ഥിനിയായ മകളെ അമ്മയും കാമുകനും ചേർന്ന് വധിച്ചു. കാഞ്ഞങ്ങാട് ഉറങ്ങിക്കിടന്ന 9 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ആഭരണങ്ങൾ തട്ടിയെടുത്ത് പ്രതി മുങ്ങിക്കളഞ്ഞു. ഭാര്യയെ പാലോട് വനത്തിലേക്ക് വിളിച്ചു വരുത്തി ഭർത്താവ് കാൽമുട്ടുകൾ തല്ലിയൊടിച്ച് തലയ്ക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. അതിനിടയിൽ നാട്ടുകാർ ഇടപെട്ടാണ് ഭാര്യയെ രക്ഷപ്പെടുത്തിയത്. കൊച്ചിയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ആൺ സുഹൃത്ത് അയാളുടെ പ്രേരണ മൂലം സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ, പിഞ്ചു ബാലികയുടെ 6-ാം വിരൽ മുറിക്കുന്നതിനു പകരം നാവ് മുറിച്ച മരമണ്ടനായ ഡോക്ടർ, മലയൻകീഴിൽ കുടിച്ച് ലക്കുകെട്ട് വന്ന ഭർത്താവ് ഭാര്യയെ കഠിനമായി മർദ്ദിച്ചു. വിഴിഞ്ഞത്ത് ശാന്തകുമാരിയെ കൊന്ന് തട്ടിൻപുറത്ത് വെച്ചവരെ ഒടുവിൽ അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചു. മക്കൾ ഉപേക്ഷിച്ച വയോധിക മടവൂരിൽ പട്ടിയുടെ കടിയേറ്റു മരിച്ചു. ക്ഷേത്രപൂജാരി TV അവതാരികയെ പീഡിപ്പിച്ചെന്ന് പരാതി. സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്രയെത്ര ഗാർഹിക പീഡനങ്ങളാണ് നടക്കുന്നത്. പലതും പുറത്തു വരുന്നില്ല. അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ലഹരിക്ക് വശംവദരാകുന്ന ഭർത്താക്കന്മാർ ചെലവിന് പോലും ഭാര്യമാർക്ക് കൊടുക്കാതെ അവരെ വലയ്ക്കുന്നു. നിസ്സഹായയായ മാതാവിനെ മരുമകൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. മരുമക്കൾ പത്രാസിൽ ഞെളിഞ്ഞ് ക്ലബിലും മാളുകളിലും കറങ്ങി നടക്കുമ്പോൾ നിസ്സഹായരായ അമ്മമാർ വീടിൻ്റെ മൂലയിൽ ഒതുങ്ങിക്കൂടുന്നു. വൃദ്ധമന്ദിരത്തിൽ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് സുഖിച്ച് മതിച്ചു കഴിയുന്ന മക്കളെക്കുറിച്ച് എന്തു പറയാൻ? ഇത്തരം കൊടും ക്രൂരതയെയും പീഡനങ്ങളെയും കഥകൾ എണ്ണി എണ്ണി പറയാനാണെങ്കിൽ നീണ്ടുപോകും. രണ്ടാനച്ഛനും മുത്തച്ഛനും എന്തിന്, സ്വന്തം പിതാവ് പോലും മക്കളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒട്ടനവധി കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രണയപ്പകയുടെ നേർക്കാഴ്ചയാണ് കേരള സ്റ്റോറി ചിത്രീകരിക്കുന്നത്. 3 വയസ്സുള്ള 2 പെൺകുട്ടികളെ 2 ഇടത്ത് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഈ കശ്മലന്മാർക്ക് എന്തു ശിക്ഷ കൊടുത്താലും അധികമാവില്ല. സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത ഒരു നാട്ടിൽ നാരീശക്തിയെക്കുറിച്ച് പെരുമ്പറ കൊട്ടി ഘോഷിക്കുന്നത് നിരർത്ഥകമാണ്. 15-കാരിയെ ബലാത്സംഗം ചെയ്ത അധമനെ 45 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. ഓരോ കേസിൻ്റെയും നടത്തിപ്പ് നീണ്ടുപോകുന്നതും നീതി താമസിച്ച് നടപ്പാക്കുന്നതും നീതി നിഷേധമാണ്. അട്ടപ്പാടിയിൽ പശുവിനെ മേയ്ക്കുന്ന മല്ലീശ്വരൻ സ്വന്തം ഭാര്യയുടെ കഴുത്തറുത്തു കൊല്ലാൻ ശ്രമിച്ചു. വിഷ്ണുപ്രിയയുടെ ഭീകര കൊലപാതകം വിസ്മരിച്ചിട്ടില്ലല്ലോ. കണ്ണിൽ ചോരയില്ലാത്ത ഈ മനുഷ്യമൃഗങ്ങളെ മനസ്സിലാക്കാൻ എത്ര കാലം വേണ്ടിവരും? നിയമവിദ്യാർത്ഥി നിഷയെ വധിച്ചവന് തൂക്കുകയർ നൽകിയ കോടതി പ്രശംസ അറിയിക്കുന്നു. ഇവിടെ നടക്കുന്നത് നാരീശക്തിയോ നാരീ ഹിംസയോ? കൊട്ടാരക്കര താലൂക്ക് ആസ്പത്രിയിൽ വന്ദന എന്ന യുവതി കൊല ചെയ്യപ്പെട്ട കേസിൽ വിധി വരാനിരിക്കുന്നു. കാട്ടാക്കടയിൽ കൊല ചെയ്യപ്പെട്ട മായയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിധി ഉടനെ വന്നേക്കും. ശാന്തകുമാരി വധക്കേസിൽ അമ്മയും മകനും വധശിക്ഷ വിധിച്ച് ജയിലിൽ കഴിയുകയാണ്. വിനോദസഞ്ചാരത്തിനെത്തുന്ന വിദേശ വനിതകളെ കൊലപ്പെടുത്തുന്ന കേസുകളും നിരവധിയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് സ്ത്രീകളെ പൈശാചികമായി കൊലപ്പെടുത്തുന്നത്. നമുക്ക് ലജ്ജിച്ചു തലതാഴ്ത്താം.